ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് S4 സെമ്മിലെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് മൊഡ്യൂൾ 1, 2, 3, 4 നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മൊഡ്യൂൾ 5 ആണ് ചെയ്യാനുള്ളത് അല്ലേ. നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇതിൻ്റെ കോഡത്തിലാണ് CET 206 ആണ് അല്ലേ. ദിസ് ഈസ് CET 206 ആണ്. ക്ലിയർ? ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 5 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കറിയാം പാർട്ട് എയിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ. ദെൻ പാർട്ട് ബിയിൽ 14 മാർക്കിൻ്റെ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലേ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ റൺവേ ആൻഡ് ടാക്സി വേ. വളരെ സിമ്പിൾ. നിങ്ങൾ റൺവേയുടെ ഡെഫിനേഷൻ എഴുതിയാൽ 1.5 മാർക്ക്, ടാക്സി വേയുടെ ഡെഫിനേഷൻ എഴുതിയാൽ 1.5 മാർക്ക്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദിസ്. എന്താണ് റൺവേ എന്ന് പറഞ്ഞാൽ? റൺവേ ഇറ്റ് ഈസ് ദ പേവ്ഡ് ലാൻഡ് സ്ട്രിപ്പ് ഓൺ വിച്ച് ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ്, ഈ സാധനം ഉണ്ടാവണം, പേയ്മെൻറ്റ് ഓൺ വിച്ച് ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് operation of aircraft takes place and it is in the leveled position without any obstruction on it. Clear? Yes, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുകൂടി പറയാം. Runway is always oriented along the headwind ആണ് അല്ലേ. Then taxiway എന്താണോ? Taxiway is the pathway which connects each end of the runway with the terminal area, corresponding apron, hanger, etc. These are laid with asphalt or concrete like runways ആണ് അല്ലേ. സോ റൺവേസിനെ ഫർദർ ആപ്രോണിലേക്കും ടെർമിനൽസിലേക്കും അല്ലെങ്കിൽ ഹാങ്ങറിലേക്കും. എന്താണ് ആപ്രോൺ? നമ്മുടെ പ്ലെയിനിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ പാർക്കിംഗ് ഏരിയയാണ് നമ്മൾ എന്താ പറയുന്നത് ആപ്രോൺ എന്ന് പറയുന്നത്. ഹാങ്ങേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ റിപ്പയറിംഗ് ഏരിയ ഓഫ് ദ എയർക്രാഫ്റ്റ് ആണ്. ക്ലിയർ അല്ലേ? യു ക്യാൻ സീ. ക്ലിയർ അല്ലേ? സോ അതാണ് നമ്മുടെ റൺവേ ആൻഡ് ടാക്സി വേ എന്ന് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ ചെയ്താൽ 1.5 മാർക്കാണ്. ഓക്കെ, നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈസ് ആർ ഓക്കെ? യു റൈറ്റ് ഡൗൺ ദ ഡെഫിനേഷൻ ഓഫ് ടാക്സി വേ, യു റൈറ്റ് ഡൗൺ ദ ഡെഫിനേഷൻ ഓഫ് runway, you get 1.5 mark each ആണ്. Let's move to the next question. What is wind-rose diagram? Explain its uses ആണ്. Explain its uses. എന്താണ് wind-rose diagram? നമുക്കറിയാം ഒരു സ്ഥലത്ത് റൺവേ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ആദ്യം ആ ഏരിയയിലെ വിൻഡിൻ്റെ നാച്ചുറൽ ബിഹേവിയർ നമ്മൾ അറിയണം. ആൻഡ് വിൻഡിൻ്റെ നാച്ചുർ ഏതൊക്കെ? ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഡയറക്ഷൻ ആൻഡ് അതിൻ്റെ ഡ്യൂറേഷൻ. ഇൻറ്റൻസിറ്റി, ഡയറക്ഷൻ, ഡ്യൂറേഷൻ, ഈ 3 ടേം വരണം. ഓക്കെ, ഇൻറ്റൻസിറ്റി, ഡയറക്ഷൻ, ഡ്യൂറേഷൻ ഓഫ് ദ വിൻഡ് അറ്റ് എ പ്ലേസ് ഈസ് ഗിവൺ ബൈ ഏതാണ്? വിൻഡ്-റോസ് ഡയഗ്രാം ആണ്. സോ വാട്ട് ഈസ് വിൻഡ്-റോസ് ഡയഗ്രാം? നോക്കിയേ, 3 മാർക്കിൻ്റെ ഈ പോയിന്റുകൾ എഴുതിയാൽ മതി. 3 പോയിന്റുകൾ. വിൻഡ്-റോസ് ഡയഗ്രാം ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വിൻഡ് ഡാറ്റ വിച്ച് ഇൻക്ലൂഡ്സ് ഏതൊക്കെയാണ് വിൻഡ് ഡാറ്റയിൽ നിങ്ങൾ എന്തൊക്കെ എഴുതണം? ഇൻറ്റൻസിറ്റി ഓഫ് ദ വിൻഡ്, ഡ്യൂറേഷൻ ഓഫ് ദ വിൻഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. ഈ 3 ടേം ഉണ്ടാവണം, നിർബന്ധമാണ്. ആവറേജ് വിൻഡ് ഡാറ്റ ഓഫ് 5 to 10 years അണ്ടർലൈൻ ചെയ്യുക. പീരിയഡ് ഈസ് റെപ്രസെൻറ്റഡ് ആൻഡ് ദ സ്റ്റഡി ഓഫ് ദ വിൻഡ്-റോസ് ഡയഗ്രാം ഹെൽപ്സ് ഇൻ ഡിറ്റർമൈനിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഓറിയന്റേഷൻ ഓഫ് ദ റൺവേ ആൻഡ് എസ്റ്റിമേറ്റിംഗ് ദ റൺവേ കപ്പാസിറ്റി. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്ക് എന്താണെന്ന് കാണിക്കുക. ഓക്കെ, ദർ ഈസ് നോ നീഡ് ഓഫ് ഡ്രോയിങ് ദ ഡയഗ്രാം. ആവശ്യമില്ല, നിങ്ങൾ സമയമുണ്ടേ വരയ്ക്കാം. ഈ 3 പോയിന്റ് എഴുതിയാൽ നിർബന്ധമായിട്ടും ഇൻറ്റൻസിറ്റി, ഡ്യൂറേഷൻ, ഡയറക്ഷൻ ഓഫ് ദ വിൻഡ് കാണിക്കുന്ന ഡയഗ്രാമാണ് വിൻഡ്-റോസ് ഡയഗ്രാം എന്ന് പറയണം. 5 to 10 years കൂടുമ്പോഴാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക. ക്ലിയർ? അഡീഷണൽ ഇൻഫർമേഷൻ പറയുകയാണ്. ലുക്ക് ദിസ്. നമുക്കൊരു ഏരിയ അവൈലബിൾ ആണ്. ഓക്കെ, വലിയൊരു ഏരിയ അവൈലബിൾ ആണ്. നിങ്ങൾ ഇവിടെയാണ് എന്ത് ഉദ്ദേശിക്കുന്നത്? യു ആർ ഗോയിങ് ടു പ്രൊപ്പോസ് എ റൺവേ അല്ലെങ്കിൽ എയർപോർട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. സോ വിൻഡ്-റോസ് ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ഫ്രം ദ ഡയഗ്രാം എന്ത് മനസ്സിലായി അല്ലേ? നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഈ ഒരു ഡയറക്ഷനിലാണ് അതിൻ്റെ ഡോമിനേറ്റിംഗ് വിൻഡ് ഈ ഏരിയയിൽ കാണുന്നത്. ഓക്കെ, വിൻഡ് ഡയറക്ഷൻ ഡാറ്റ, അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഡയറക്ഷൻ ഡോമിനേറ്റിംഗ് എങ്ങനെയാണ്? ഈ ഒരു ഡയറക്ഷനിലാണ് ഉള്ളത്. വിൻഡ്-റോസ് ഡയഗ്രാം അവിടുത്തെ നോക്കിയപ്പോൾ ഇനി അവിടെ നമ്മൾ എങ്ങനെ റൺവേ കൊടുക്കും? ഇഫ് വിൻഡ്-റോസ് ഡയഗ്രാം ഇത്തരത്തിലാണ് കാണിക്കുന്നതെങ്കിൽ റൺവേയുടെ ഓറിയന്റേഷൻ എങ്ങനെയായിരിക്കും? റൺവേയുടെ ഓറിയന്റേഷൻ ആ സ്ഥലത്ത് ഇങ്ങനെയായിരിക്കും. ഈ സാർ ഓക്കെ? ക്ലിയർ? സോ ഇറ്റ് ഈസ് ഡിസൈഡഡ്. റൺവേ ഒരു സ്ഥലത്ത് എങ്ങനെയായിരിക്കണം എന്ന് ഓറിയന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓറിയന്റേഷൻ ഓഫ് റൺവേ ഈസ് ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ഏതാണ്? വിൻഡ്-റോസ് ഡയഗ്രാം ആൻഡ് ഡയറക്ഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ദ വിൻഡ് ആണ്. ക്ലിയർ? സോ അതാണ് പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻസ് ഓഫ് 3 മാർക്സ്. ലെറ്റ്സ് മൂവ് ടു ദ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് അല്ലേ. 14 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ഹാവിംഗ് 2 പാർട്ട് എ ആൻഡ് ബി. എ ക്വസ്റ്റ്യൻ 8 മാർക്കിനാണ്, അപ്പോൾ അത്യാവശ്യം നമുക്ക് എഴുതാനുണ്ടാവും. ബി പാർട്ടും തിയററ്റിക്കലാണ്, അത് 6 മാർക്കിൻ്റെയാണ്. ക്ലിയർ അല്ലേ? സോ വാട്ട് ഈസ് ഫസ്റ്റ് പാർട്ട്? Explain with sketches the basic patterns of runway configuration. Basic patterns of runway configuration. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഏതൊക്കെയാണ് റൺവേ കോൺഫിഗറേഷൻ എന്ന്
യെസ് ലിസ്റ്റ് ചെയ്യണം. ഏതൊക്കെയാണ്? ദർ ഈസ് എ സിംഗിൾ റൺവേ, പാരലൽ റൺവേ, ഇന്റർസെക്ടിങ് റൺവേ ആൻഡ് നോൺ ഇന്റർസെക്ടിങ് റൺവേ. ഇതെന്താണ് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിൻ്റെ സ്കെച്ച് ഒന്ന് വരയ്ക്കുക. ഓക്കെ യെസ്, ബിഫോർ ഗെറ്റിംഗ് ടു ദാറ്റ് അല്ലെ, നമ്മൾ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഈ പറയുന്ന സാധനം എന്ന് നോക്കാം. ഓക്കെ യെസ്, നോക്കിയേ ഈ കാണിച്ചിരിക്കുന്നതാണ് സിംഗിൾ റൺവേ. നിങ്ങൾക്ക് കാണാം ദിസ് ഈസ് ടേംഡ് ആസ് സിംഗിൾ റൺവേ. ഓക്കെ യു ക്യാൻ സീ ഹിയർ ദിസ് ഈസ് എ സിംഗിൾ റൺവേ ആണ് കാണിച്ചിരിക്കുന്നത്, സിംഗിൾ റൺവേ ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ സോ നിങ്ങൾ ഇങ്ങനെ വരയ്ക്കണം. യു ക്യാൻ ഷോ എ സിംഗിൾ റൺവേ, അവിടുന്ന് യെസ് ആപ്രോണിലേക്ക് അല്ലെങ്കിൽ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു വൺ സിംഗിൾ ടാക്സി വേ ആണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് നോക്കിയേ, ഇവിടെ നിങ്ങൾ എയർക്രാഫ്റ്റിന് യെസ് നോക്കിയേ, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഇമാജ്, വെയിറ്റ്, ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഇമാജ്, യെസ് ഫർദർ ഇമാജിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഓക്കെ യെസ്, ഇവിടെ ടേക്ക് ഓഫിന് വേണ്ടി എടുക്കുന്ന നമ്മുടെ നേരത്തെ എയർക്രാഫ്റ്റ് എവിടെയായിരുന്നു, എയർക്രാഫ്റ്റ് നേരത്തെ എവിടെയായിരുന്നു, യെസ് യു ക്യാൻ സീ നൗ ദ എയർക്രാഫ്റ്റ് ഈസ് ഹിയർ. അതെന്ത് ചെയ്യണം, അത് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ പോയിട്ട് തിരിഞ്ഞിങ്ങനെ പെടുക്കണം. ഓക്കെ അല്ലേ, സോ എയർക്രാഫ്റ്റ് എന്ത് ചെയ്യണം, എയർക്രാഫ്റ്റ് ഷുഡ് മൂവ് ലൈക്ക് ദിസ്, ഇങ്ങനെ പോയിട്ട് പിന്നെ അത് ഇവിടുന്ന് എന്ത് ചെയ്യണം, ടേൺ ചെയ്ത് ഇങ്ങോട്ട് നോക്കി നിൽക്കണം. ഓക്കെ അല്ലേ, വളരെ ബുദ്ധിമുട്ടല്ലേ, നിങ്ങൾ നോക്കി അതിൻ്റെ ഓപ്പറേഷൻ ഈ ഒറ്റ ഒരു സിംഗിൾ റൺവേ ഉള്ളൂ. ഓക്കെ ക്ലിയർ. സോ അങ്ങനെയാണെങ്കിൽ ഈ പരിപാടി ചെയ്യണം. സോ നിങ്ങൾക്ക് കാണാം അത് ഇവിടുന്ന് ട്രാവൽ ചെയ്തു, യെസ് ഇറ്റ് ട്രാവൽ ലൈക്ക് ദിസ്, എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്. ക്ലിയർ അല്ലേ, എന്നിട്ടാണ് അതിന് എന്ത് ചെയ്യുക, ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ യെസ്, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇഫ് ലെറ്റ്സ് എ നോക്കിയേ ഒരു ലാൻഡിങ് എയർക്രാഫ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്, ഇവിടുന്ന് ഒരു ലാൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലാൻഡിങ് നടക്കുകയാണെങ്കിലോ വെയിറ്റ്, ലാൻഡിങ് നടക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, യെസ് എയർക്രാഫ്റ്റ് ആദ്യം ലാൻഡ് ചെയ്ത് എയർക്രാഫ്റ്റ് ഇവിടുന്ന് ലാൻഡ് ചെയ്യണം, ഈ ഡിസ്റ്റൻസ് മൊത്തം ട്രാവൽ ചെയ്തിട്ട് ഇവിടുന്ന് കറങ്ങിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ഒരു ടാക്സി വേയിലേക്ക് കണക്ട് ചെയ്യാൻ. അല്ല വേറെ വകുപ്പില്ലല്ലോ. ക്ലിയർ ആണോ? അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആൻഡ് അതേപോലെ രണ്ട് എയർക്രാഫ്റ്റ് ഒരുമിച്ച് വന്നാലോ അത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, നിങ്ങൾക്ക് കാണാം. യെസ് ദിസ് ദെൻ മൂവിങ് ടു ദ യെസ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ എയർക്രാഫ്റ്റും എന്ത് ചെയ്യണം, ലെറ്റ്സ് എ എയർക്രാഫ്റ്റ് ഇവിടെ ആയിരുന്നു ആദ്യം, അത് ഇവിടെ പോയിട്ട് ആദ്യം എന്ത് ചെയ്യണം, ഇങ്ങോട്ട് ടേൺ ചെയ്യണം, എന്നാലേ അതിന് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സിമിലർലി ലെറ്റ്സ് എ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാണ്, അത് ലാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ലാൻഡ് ചെയ്ത് ഇവിടുന്ന് തിരിഞ്ഞിട്ട് വേണം ഈ ടാക്സി വേയിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? സോ നമുക്ക് എയർക്രാഫ്റ്റിനെ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും ഇടയ്ക്കിടയ്ക്ക്. സോ അതിന് വേണ്ടി നമ്മൾ എക്സ്ട്രാ ഏരിയ കൊടുത്തിരിക്കുകയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ റൺവേ. അതിനാണ് നമ്മൾ എന്ത് പറയുക, ടേൺ പാഡ് എന്ന് പറയുക. സോ ടേൺ പാഡ് എവിടെയുള്ളൂ, ടേൺ പാഡ് ഈസ് മോസ്റ്റ്ലി ഒബ്സർവ്ഡ് ഇൻ സിംഗിൾ റൺവേ ആണ്. ക്ലിയർ അല്ലേ? ഒറ്റ റൺവേ ഉള്ളൂ അവിടെ, ഒറ്റ റൺവേ ഉള്ളൂ ആ സ്ഥലത്ത്. ക്ലിയർ, ഇതാണ് സിംഗിൾ റൺവേ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ഹിയർ, യെസ് യു ക്യാൻ സീ ദാറ്റ് യെസ് എയർക്രാഫ്റ്റ്, ഈ എയർക്രാഫ്റ്റിന് എടുക്കണമെങ്കിൽ, ഈ എയർക്രാഫ്റ്റിന് ഇവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഈ എയർക്രാഫ്റ്റ് എന്ത് ചെയ്യണം, ഈ ടാക്സി വേയിലേക്ക് മാറി നിൽക്കണം. ക്ലിയർ അല്ലേ? എന്നായിരുന്നാൽ മാത്രമേ എന്ന് അങ്ങനെ ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, നമുക്ക് യെസ് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ പറയുന്ന സിംഗിൾ റൺവേ ഉള്ള എയർക്രാഫ്റ്റ് ആണ്, സോറി എയർപോർട്ടാണ്, സിംഗിൾ റൺവേ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യാണ്, യെസ് ഇത് ടാക്സി വേ ആണ്, ഇത് ടാക്സി വേ ആണ്, ഇത് ടാക്സി വേ ആണ്, ഇത് ടാക്സി വേ ആണ്. സോ ഇന്റർമീഡിയറ്റ് ടാക്സി വേ പ്രൊവൈഡ് ചെയ്തു അല്ലേ. സോ 1 2 3 4 അല്ലേ, നമ്മൾ 4 ടാക്സി വേ പ്രൊവൈഡ് ചെയ്തു. അതേപോലെ തന്നെ ഇതും എന്താണ്, ഇത് 5th ആണ്. ദിസ് ഇസ് ടേംഡ് ആസ് പാരലൽ ടാക്സി വേ ആണ്. ഓക്കെ സോ ടാക്സി വേ 1-2 നമ്മൾ എന്ത് കൊടുത്തു, കൂടുതൽ കൊടുത്തു. നോക്കിയേ എന്താണ് ഡിഫറൻസ് ഫ്രം ദിസ് ഫിഗർ. യെസ് ഹിയർ വി ആർ ഹാവിംഗ് 1 റൺവേ, എന്നിട്ട് അവിടുന്ന് കണക്ട് ചെയ്യാൻ ഒരേ ഒരു ടാക്സി വേ ഉള്ളൂ. അത് ഇവിടേക്ക് വന്നപ്പോൾ എന്തായി, ഫിഗർ എന്തായി നോക്കിയേ, ഒരു റൺവേ ആണ്, പക്ഷേ അതിന് പാരലായിട്ട് നമ്മൾ ടാക്സി വേ കൊടുത്തു, റൺവേ അല്ല ടാക്സി വേ. സോ ദാറ്റ് എന്ത് ചെയ്യാൻ പറ്റും, നോക്കിയേ ഈ എയർക്രാഫ്റ്റ് എന്ത് ചെയ്യാണ്, യെസ് ഇവിടുന്ന് ലാൻഡ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പം മറ്റേ എയർക്രാഫ്റ്റ് എന്താ മതി, ഇങ്ങോട്ട് മാറി നിന്നാൽ മതി. ആൻഡ് ഇറ്റ് ക്യാൻ മൂവ് ലൈക്ക് ദിസ്, ഇറ്റ് ക്യാൻ മൂവ് ലൈക്ക് ദിസ് ഓൾസോ, ഇറ്റ് ക്യാൻ മൂവ് ലൈക്ക് ദിസ് ഓൾസോ. ക്ലിയർ അല്ലേ? യെസ്. സോ ഓപ്പറേഷൻസ് കുറേ കൂടി എന്തായി, എളുപ്പമായി. യെസ് ഇനി നോക്കിയേ ഈ ഫിഗറിൽ നിന്നും, സോ എന്താണ് പറഞ്ഞത്, ഇന്റർസെക്ടിങ് ടാക്സി വേ ഓർ പാരലൽ ടാക്സി വേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ ആൻഡ് സിമിലർലി നമുക്ക് എന്തൊരു പ്രൊവൈഡ് ചെയ്യാം, യു ക്യാൻ ഇൻട്രൊഡ്യൂസ് another taxi way like this. എന്താണ് ഇതിന് പറയാം, റാപ്പിഡ് എക്സിറ്റ് ടാക്സി വേ. ഓക്കെ ഇതായിരുന്നു ഇന്റർമീഡിയറ്റ് ടാക്സി വേ. നമ്മളൊരു ഇൻക്ലൈൻഡ് ആയിട്ട് മറ്റൊരു ടാക്സി വേയും കൂടി പ്രൊവൈഡ് ചെയ്യാണ്. അതുണ്ടെങ്കിൽ എന്താണ്, എയർക്രാഫ്റ്റിന് വളരെ എളുപ്പത്തിൽ അല്ലേ, എയർക്രാഫ്റ്റിന് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, യെസ് ഇങ്ങനെ ടേൺ ചെയ്യാം. ഇങ്ങനെ മൂവ് ചെയ്യുന്ന എയർക്രാഫ്റ്റിന് വളരെ എന്താണ് നൈസായിട്ട് ഈ റൺവേ നമുക്ക് മാറി നിൽക്കാം. ക്ലിയർ അല്ലേ? സോ റൺവേ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. ക്ലിയർ? യെസ്. സോ അതാണ് നമ്മളെ സിംഗിൾ ലൈൻ യെസ് സിംഗിൾ ലൈൻ അല്ലെങ്കിൽ സിംഗിൾ എന്ത് പറയുന്നത്, റൺവേ എന്ന് പറയുന്നത്. ഇതെന്താണ്, ദീസ് ആർ ടേംഡ് ആസ് പാരലൽ റൺവേ. യു ക്യാൻ സീ ദാറ്റ് ഇൻ ദ ഫിഗർ വി ആർ ഹാവിംഗ് പാരലൽ റൺവേസ് ആണ്. ദീസ് ആർ ദ പാരലൽ റൺവേസ്
അല്ലേ? ഇതാണ് റൺവേ നമ്പർ 1, ഇതാണ് റൺവേ നമ്പർ 2 വിച്ച് ആർ പാരലൽ ടു ഈച്ച് അതർ. അവരെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്തുണ്ട്, ഒരുപാട് ടാക്സി വേകളുണ്ട്. യെസ്, ദിസ് ഈസ് ദ ആപ്രോൺ സെക്ഷൻ. ക്ലിയർ അല്ലേ? ഇതാണ് ആപ്രോൺ സെക്ഷൻ. ഇവിടെ എന്താണ് ഗുണം? ഇവിടെ നമുക്ക് യെസ് കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാണ് അല്ലേ? 2 പാരലൽ റൺവേസ് ഉണ്ട്. വേണമെങ്കിൽ ആ 2 റൺവേസിനെയും നമുക്ക് ഒന്ന് ലാൻഡിങ്ങിന് വേണ്ടി മാത്രം, മറ്റേ ടേക്ക് ഓഫിന് വേണ്ടി മാത്രം. നോക്കിയാൽ ലാൻഡിങ് എങ്ങനെയാണ്? യെസ്, യു ക്യാൻ സീ ഹിയർ. ഇവിടെയാണ് ലാൻഡിങ് സംഭവിക്കുന്നതെങ്കിൽ ഇങ്ങനെ ലാൻഡിങ് സംഭവിച്ചു, എന്നിട്ട് ട്രാവൽ ചെയ്തിട്ടു. യെസ്, അതെന്ത് ചെയ്യും? ഇവിടെ ടേക്ക് ഓഫിന് വേണ്ടി റെഡി ആവും. സോ ഈ ഡയറക്ഷൻ എന്താവും? ടേക്ക് ഓഫ് സംഭവിക്കും. ക്ലിയർ അല്ലേ? സോ കാര്യങ്ങൾ എളുപ്പമാണ്, കുറച്ചുകൂടിയും ഈസിയാണ്. ഓപ്പറേഷൻസ് എല്ലാം എന്താണ്? ഈസിയാണ്. നമുക്ക് ഒരേ സമയത്ത് 3ഉം 4ഉം എന്ത് ചെയ്യാൻ പറ്റും? എയർക്രാഫ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതായത് റൺവേ കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ഈ പോയിന്റുകളൊക്കെ നമ്മൾ എഴുതുന്നുണ്ട്. യെസ്, യു ക്യാൻ സീ ദാറ്റ്. ഇവിടെ നോക്കിയാൽ ഒരുപാട് എയർക്രാഫ്റ്റ് കാണുന്നില്ലേ? യു ക്യാൻ സീ ഹിയർ എയർക്രാഫ്റ്റ് 1 ഈസ് ഹിയർ, another is here, another is here, another is here. ഓക്കെ, ഒരേ സമയത്ത് തന്നെ നമുക്ക് യെസ് റൺവേകളിൽ കൂടുതൽ എയർക്രാഫ്റ്റ് അക്കോമഡേറ്റ് ചെയ്യാം. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. ഇനി പാരലൽ റൺവേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്താണ്? ഈ പാരലൽ റൺവേസ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പെർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഈ പാരലൽ റൺവേസ് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ അടുത്താണെങ്കിൽ അല്ലെങ്കിൽ അത് ഭയങ്കര വൈഡ് ആണെങ്കിൽ അതിന് അഡ്വാൻറ്റേജ് ഉണ്ട്. നോക്കിയേ എന്താണ്? ഇഫ് ദ ഡിസ്റ്റൻസ് ഈസ് വെരി ക്ലോസ് അല്ലെങ്കിൽ ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 റൺവേസ് ഈസ് നാരോ ആണെങ്കിൽ. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാം ഫിഗറിൽ എന്താണ് പ്രശ്നം? ദിസ് ഈസ് റൺവേ നമ്പർ 1, റൺവേ നമ്പർ 2 ആണ്. ഇപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? റൺവേ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായതുകൊണ്ട് നോക്കിയേ ഈ എയർക്രാഫ്റ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കുറച്ച് ടൈം ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷമേ അടുത്ത എയർക്രാഫ്റ്റ് ഇവിടേക്ക് വരാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? നോക്കിയേ 2 എയർക്രാഫ്റ്റ്, ലെറ്റ് മീ ഡ്രോ എൻ എയർക്രാഫ്റ്റ് ഹിയർ. 2 എയർക്രാഫ്റ്റ് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഒരുമിച്ച് ഒരേപോലെ പാരലായിട്ട് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ സ്പേസ് കുറവാണ്. ഓക്കെ, സോ ഈ 2 എയർക്രാഫ്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ക്ലിയർ? സോ സിൻസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, സോ ആദ്യം എന്ത് ചെയ്യണം? എയർക്രാഫ്റ്റ് നമ്പർ 1 വെയിറ്റ്. ആദ്യം എന്ത് ചെയ്യണം? ഈ എയർക്രാഫ്റ്റ് 1 ലാൻഡ് ചെയ്ത് പോയിന് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ അടുത്ത എയർക്രാഫ്റ്റിന് എത്താൻ പറ്റുള്ളൂ. രണ്ടാമത്തെ എയർക്രാഫ്റ്റ് പോയതിന് ശേഷമേ തേർഡ് എയർക്രാഫ്റ്റ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ടൈം ഇൻ്റർവൽ എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും ബിറ്റ്വീൻ ദ ഓപ്പറേഷൻ ഓഫ് ഈച്ച് എയർക്രാഫ്റ്റ് when the distance between the parallel runways are very narrow. Okay, yes. ഇനി അത് കൂടുതലാണെങ്കിലോ നോക്കിയേ, when the distance between the parallel runways are sufficient enough ആണ്, അതായത് more than 4300 ഫീറ്റ് ആണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോക്കിയേ ഇവിടെ ഒരു എയർക്രാഫ്റ്റ് വരുന്നുണ്ട്, അതിന് പാരലൽ ആയിട്ട് മറ്റൊരു എയർക്രാഫ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? സോ അവിടെ നമുക്ക് ടൈം ഇൻ്റർവലിൻ്റെ പ്രശ്നമല്ല. ഓക്കെ, ടൈം ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റും. പാരലൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരലൽ ആയിട്ട് നമുക്ക് എയർക്രാഫ്റ്റിനെ ലാൻഡ് ചെയ്യിക്കാം, നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം ഇഫ് ദ ഡിസ്റ്റൻസ് ഈസ് മോർ ആണെങ്കിൽ. ആൻഡ് ഇങ്ങനെ ഡിസ്റ്റൻസ് മോർ ആകുമ്പോൾ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണ്? യെസ്, നോക്കിയാൽ ഇതാണ് പാരലൽ റൺവേ വിത്ത് ഹൈ ഡിസ്റ്റൻസ്. ഇതാണ് റൺവേ 1, റൺവേ 2 ആണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന എയർക്രാഫ്റ്റിൻ്റെ പാർക്കിംഗ്, ടെർമിനൽ ഏരിയ അല്ലേ, എന്താണ് എയർക്രാഫ്റ്റിന് പാർക്കിംഗ് എന്ന് പറയാം, ഏതാ ഏപ്രോൺ, ടെർമിനൽ ഏരിയ ഒക്കെ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാം? ഇൻ ബിറ്റ്വീൻ ദ റൺവേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ ഇതാണ് മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് പാരലൽ റൺവേസ്. ഇനി പ്രശ്നം എന്താണ്? പാരലൽ റൺവേസിൻ്റെ പ്രശ്നം എന്താ അറിയോ? ഈ കാണിച്ചിരിക്കുന്നത്, ഈ ഫിഗറിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ക്രോസ് വിൻഡ് കമ്പോണൻസ് ആണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് നിങ്ങൾ ഈ കാണുന്ന യെസ് ഈ വിൻഡാണ് കാണിച്ചിരിക്കുന്നത്. പാരലൽ റൺവേസിൻ്റെ പ്രശ്നം എന്താണ്? അഥവാ ക്രോസ് വിൻഡ് കമ്പോണൻറ്റിൻ്റെ സിവിയറിറ്റി കൂടുകയാണെങ്കിൽ, ക്രോസ് വിൻഡ്സ് ഓക്കെ, ക്രോസ് വിൻഡ് നമുക്കറിയാം എയർപോർട്ടിൻ്റെ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ് ഓപ്പറേഷനെ ബാധിക്കാറുണ്ട്. ക്രോസ് വിൻഡ് കമ്പോണൻസ് കൂടിക്കഴിഞ്ഞാൽ പാരലൽ റൺവേസ് എഫിഷ്യൻ്റ് ആയിരിക്കില്ല. ഓക്കെ അല്ലേ? വിൻഡിൻ്റെ ഡയറക്ഷൻ അല്ലേ, അത് മാറാം അല്ലേ, പെർമനൻ്റ് ആയിരിക്കില്ല എപ്പോഴും, ബട്ട് മെജോറിറ്റി ടൈമിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ ക്രോസ് വിൻഡ് കമ്പോണ്ട് കൂടുമ്പോൾ ദീസ് തിങ്സ് ആർ നോട്ട് സഫിഷ്യൻറ്റ്. അപ്പോഴാണ് നമുക്ക് എന്തിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്? ആ ഒരു ഘട്ടത്തിലാണ് ഇൻ്റർസെക്റ്റിംഗ് റൺവേയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ അല്ലേ? ഇൻ്റർസെക്റ്റിംഗ് റൺവേസ്, അതായത് 1 എന്ന് പറഞ്ഞ റൺവേ ഇങ്ങനെയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക? അടുത്ത റൺവേ. കാരണം എന്താണ്? നോക്കിയേ 1 എന്ന് പറയുന്ന റൺവേക്ക് ക്രോസ് വിൻഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് റൺവേ യൂസ് ചെയ്യാം? രണ്ടാമത്തെ റൺവേ യൂസ് ചെയ്യാം. 1 ഒഴിവാക്കുക ആ സമയത്ത് രണ്ടാമത്തെ റൺവേ യൂസ് ചെയ്യാം, വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ? അതാണ് അഡ്വാൻറ്റേജ് ഇൻ്റർസെക്റ്റിംഗ് റൺവേ. ഇനി ഇൻ്റർസെക്റ്റിംഗ് റൺവേയിൽ നോക്കിയേ ഇതാണ് മെയിൻ പോയിന്റ് എഴുതുന്നത്. മെയിൻ പോയിന്റ് എഴുതുന്നതാണ് ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് ഇൻ മിനിമൈസിങ് ദ വിൻഡ് എഫക്ട്. ഏത് വിൻഡ് എഫക്റ്റ് ആണ്? ക്രോസ് വിൻഡ് കമ്പോണന്റ് എഫക്ട് കുറയ്ക്കാൻ പറ്റും. സോ ഇതാണ് ഇന്റർസെക്ഷൻ കാണിക്കുന്നത്. എങ്ങനെ വേണേ ഓക്കെ, നേരത്തെ പെർപെൻഡിക്കുലർ ആയിരുന്നു, ഇപ്പോൾ എന്താണ് കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇന്റർസെക്ഷൻ കാണിക്കുന്നത്. നോക്കിയേ ഇവിടെ മറ്റൊരു പോയിന്റ് മനസ്സിലാക്കുക. യെസ്, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ?
ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആണ് രണ്ട് റൺവേസും ഇന്റർസെക്ട് ചെയ്യുന്നത്. ആൻഡ് ഈ പറയുന്ന ഇന്റർസെക്ഷൻ അടുത്താണോ ദൂരെയാണോ, ഇന്റർസെക്ഷൻ ഓഫ് ദ റൺവേ അടുത്താണോ ദൂരെയാണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ നോക്കിയേ, ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഇവിടെ നോക്കിയേ, ഇവിടെയാണ് രണ്ട് റൺവേസ് കാണുന്നത് നിങ്ങൾക്ക്. ഇതാണ് റൺവേ നമ്പർ 1, ഇതാണ് റൺവേ നമ്പർ 2. ഓക്കെ അല്ലേ? ഇവിടെ ഒരു എയർക്രാഫ്റ്റ് ഉണ്ട്, ലെറ്റ്സ് സേ A1 ആണ്. ഇവിടെ ഒരു എയർക്രാഫ്റ്റ് ഉണ്ട് A2 ആണ്. ഓക്കെ, ഇതിന്റെ ലാൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവരുടെ ഇന്റർസെക്ഷൻ എന്താണ്, വളരെ ദൂരെയല്ലേ? നോക്കിയേ, ഈ രണ്ട് റൺവേസിന്റെയും ഇന്റർസെക്ഷൻ വളരെ ദൂരെയാണ്. സോ ഈ ഒരു എയർക്രാഫ്റ്റ് A1 ലാൻഡ് ചെയ്ത് പ്രോപ്പർലി ലാൻഡ് ചെയ്ത് ഈ ഇന്റർസെക്ഷൻ ക്രോസ് ചെയ്ത് A1 ഇവിടെ എത്തിയാൽ മാത്രമേ നിങ്ങളുടെ A2 എന്ന് പറയുന്ന എയർക്രാഫ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യെസ്, ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? സോ ഇത്രയും നേരം വെയിറ്റ് ചെയ്യണ്ടേ? A1 ലാൻഡ് ചെയ്ത് ഇങ്ങേ അറ്റത്ത് എത്തുന്നവരെ നമ്മുടെ അപ്പുറത്തെ റൺവേയിലെ എയർക്രാഫ്റ്റ് അവിടെ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സോ ഓപ്പറേറ്റിംഗ് ടൈം കൂടിയില്ലേ? ഇവിടെ എന്താണ്, ഇന്റർസെക്ഷൻസ് ആർ വെരി ഫാർ ഫ്രം ഈച്ച് അതർ അല്ലേ? യെസ്, റൺവേയുടെ എൻഡിൽ നിന്ന് ഇന്റർസെക്ഷൻ വെരി ഫാർ ആണ്. ഇനി അത് സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലാണ് ഇന്റർസെക്ഷൻ എങ്കിലോ, നോക്കിയേ, ഇന്റർസെക്ഷൻ എന്താ, അത് നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഇനി ഇന്റർസെക്ഷൻ ഇങ്ങനെയാണെങ്കിലോ, ലെറ്റ്സ് സേ ദ ഇന്റർസെക്ഷൻ ഈസ് ലൈക്ക് ദിസ്. ഓക്കെ അല്ലേ? ഇപ്പൊ നോക്കിയേ, ഇന്റർസെക്ഷൻ ക്ലോസ് ആയില്ലേ? സോ ഇതാണ് ട്രാക്ക് നമ്പർ 1, റൺവേ നമ്പർ 2. ഇപ്പോൾ ഇന്റർസെക്ഷൻ എന്തായി, റൺവേയുടെ എൻഡിന് എന്തായി, വെരി ക്ലോസ് ടു ഈച്ച് അതർ ആയി. അപ്പോൾ ഈ പറയുന്ന എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ എന്താവും, ഈ ഒരു ഏരിയ ക്രോസ് ചെയ്യാൻ അല്ലേ? സോ A1 ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, A2നെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ആൻഡ് സിൻസ് ഹിയർ ദ ഇന്റർസെക്ഷൻ ഈസ് വെരി ക്ലോസ് ടു ഈച്ച് അതർ, നമുക്ക് റൺവേ ഓപ്പറേഷൻസ് സ്പീഡ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അതായത് നമുക്ക് റൺവേ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാം. സോ ഇതാണ് ഇന്റർസെക്ഷൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിന്റ്. ക്ലിയർ? യെസ്. നോക്കിയേ, ഇതാണ് ഫിഗർ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന എയർക്രാഫ്റ്റ് ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന A2 എന്ന് പറയുന്ന എയർക്രാഫ്റ്റിനെ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ഈസ് ആർ ഓക്കെ? യെസ്. ഇനി നോക്കിയേ, നെക്സ്റ്റ് നോക്കിയേ, ഇതാണ് ഇന്റർസെക്റ്റിംഗ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, ഇതാണ് നമ്മുടെ നോൺ ഇന്റർസെക്റ്റിംഗ് എയർ റൺവേസ് എന്ന് പറയുന്നത്. ദീസ് ആർ ടേംഡ് ആസ് നോൺ ഇന്റർസെക്റ്റിംഗ്, അല്ലെങ്കിൽ ഇതിനെ എന്തും പറയും, ദീസ് ആർ ടേംഡ് ആസ് നോൺ ഇന്റർസെക്റ്റിംഗ് ആണ്. ക്ലിയർ? ദിസ് ഇസ് ടേംഡ് ആസ് നോൺ ഇന്റർസെക്റ്റിംഗ് എയർക്രാഫ്റ്റ് ആണ്. ഓർ ദീസ് ആർ ടേംഡ് ആസ് ഓപ്പൺ വി റൺവേസ് എന്ന് പറയും. ഓപ്പൺ വി റൺവേസ് ആണ്. നിങ്ങൾ നോക്കിയേ, ഇവർ ഇന്റർസെക്ട് ചെയ്യുന്നില്ല, ബട്ട് ദേ ആർ എന്താണ്, അപ്പാർട്ട് ആണ്. ഇന്റർസെക്ട് ചെയ്തേക്കാം, ബട്ട് ദേ ആർ നോട്ട് ഇന്റർസെക്റ്റിംഗ്. ഇതിന്റെ ഗുണം എന്താണ്? നോക്കിയേ, ഇവിടെ നോക്കിയേ, പ്രശ്നമുണ്ട് ഗുണമുണ്ട്. നോക്കിയേ, ഇതാണ് നമ്മുടെ റൺവേ. ദിസ് ഇസ് റൺവേ നമ്പർ 1, ദിസ് ഇസ് റൺവേ നമ്പർ 2 ആണ്. ഓക്കെ അല്ലേ? ഇത് എയർക്രാഫ്റ്റ് 1 ആണ്, ദിസ് ഇസ് എയർക്രാഫ്റ്റ് 2 ആണ്. ആൻഡ് ഇവിടെ ഈ പറയുന്ന ഇന്റർസെക്റ്റിംഗ് ഇല്ല, പക്ഷേ അവരെന്താണ്, കൺവേർജിങ് ആണ് അല്ലേ? റൺവേ രണ്ടും കൺവേർജിങ് ആണ്. സോ A1 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഇവിടുന്ന് മൊത്തത്തിൽ ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ, പൂർണ്ണമായിട്ടും A1 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് പോയതിന് ശേഷമേ നമുക്ക് A2 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ? A1 ക്ലിയർ ആയാൽ മാത്രമേ A2 നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, എവിടെ, കൺവേർജിങ് നോൺ ഇന്റർസെക്റ്റിംഗ് ആണെങ്കിൽ. ഓക്കെ, കൺവേർജിങ് ടൈപ്പ് ആണെങ്കിൽ. ഇനി അത് ഡൈവേർജിങ് ടൈപ്പ് ആണെങ്കിലോ, നോക്കിയേ, ഇതും എന്താണ്, നോൺ ഇന്റർസെക്റ്റിംഗ് റൺവേസ് ആണ്. പാരലൽ ആണോ? അല്ല, നോൺ ഇന്റർസെക്റ്റിംഗ് ആണ്. യെസ്, വി ലൈക്ക് ആണ്. പക്ഷേ എന്താണ് ഗുണം, ഇവിടെ നിങ്ങൾക്ക് ഈ എയർക്രാഫ്റ്റ് A1 എപ്പോൾ പോകുന്നു, എങ്ങനെ പോകുന്നു നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് A2നെ ബാധിക്കില്ല, കാരണം രണ്ട് ഡയറക്ഷനിലാണ്. ഓക്കെ, സോ ഡൈവേർജിങ് നോൺ ഇന്റർസെക്റ്റിംഗ് ആണ് ഏറ്റവും ബെറ്റർ ആസ് കമ്പയർഡ് ടു ദ യെസ് മറ്റേത് അല്ലേ? യെസ്. സോ നമുക്ക് നോക്കാം. നോക്കിയേ, ഇതാണ് കൺവേർജിങ് അല്ല, ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? ദീസ് ആർ ദ കൺവേർജിങ് നോൺ ഇന്റർസെക്റ്റിംഗ് റൺവേസ് വിച്ച് ഹാവിംഗ് ലെസ് റൺവേ കപ്പാസിറ്റി ആണ്, ഹാഫ് കപ്പാസിറ്റി കാണിച്ചിരിക്കുന്നു. ഇനി ഇത് ഡൈവേർജിങ് നോൺ ഇന്റർസെക്റ്റിംഗ് റൺവേസ് ആണെങ്കിലോ അവരുടെ കപ്പാസിറ്റി കുറച്ചും കൂടിയും കൂടുതലായിരിക്കും അല്ലെ, മോർ ദ കപ്പാസിറ്റി. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. സോ ഇത്രയും പോയിന്റുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ലെറ്റ്സ് കം ബാക്ക് ടു ദ പോയിന്റ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഡയഗ്രാംസ് ആണ് ഓക്കെ നിങ്ങൾ വരയ്ക്കേണ്ടത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഡയഗ്രാംസ് ആണ്. ഇവിടെ പോയിന്റുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ സിംഗിൾ റൺവേ എന്താണ് നമ്മൾ പറഞ്ഞ പോലെ, ഇറ്റ് ഈസ് ഹാവിംഗ് എ സിംഗിൾ റൺവേ, ഓൺലി വൺ എയർക്രാഫ്റ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് അറ്റ് എ ടൈം, ഹാവ് ലെസ് റൺവേ കപ്പാസിറ്റി ആൻഡ് ഇന്റർസെക്ഷൻ പാരലൽ റാപ്പിഡ് ടാക്സിവേസ് ക്യാൻ ബി പ്രൊവൈഡഡ് ടു ഇൻക്രീസ് ദ റൺവേ കപ്പാസിറ്റി. അല്ലെ, നമ്മൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇന്റർസെക്ഷൻ ടാക്സിവേ, പാരലൽ ആയിട്ടുള്ള ടാക്സിവേ, റാപ്പിഡ് ടാക്സിവേ, ഇതൊക്കെ നമ്മൾ കണ്ടു. ക്ലിയർ? യെസ്, അതാണ് സിംഗിൾ റൺവേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പാരലൽ റൺവേ. എന്താണ്? ഇറ്റ് ഹാവ് പാരലൽ റൺവേസ് ടു ഓക്യുപ്പൈ മോർ എയർക്രാഫ്റ്റ്. ദീസ് റൺവേസ് ക്യാൻ ബി യൂസ്ഡ് സെപ്പറേറ്റ്ലി ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് പറഞ്ഞു നമ്മൾ. ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് പാരലൽ റൺവേസ് ആർ ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് ഡിസൈഡ്സ് ദ ഇന്റർവൽ ഓഫ് എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ്. അല്ലെ, പാരലൽ റൺവേസിന്റെ ഡിസ്റ്റൻസ് കൂടുതലായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, റൺവേ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ദ ഡിസ്റ്റൻസ് ഈസ് നാരോ
ഇൻ്റർവെൽ ഈസ് മോർ അല്ലേ, നമുക്ക് ഒരു സമയത്ത് അല്ലെ ഇടവിട്ടെ നമുക്ക് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് ഇൻ്റർവെൽ കൂടുതലായിരിക്കും. ആൻഡ് ഇഫ് ദ ഡിസ്റ്റൻസ് ഈസ് മോർ, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഇൻ്റർവെൽ ക്യാൻ ബി റിഡ്യൂസ്ഡ്, ഹെൻസ് റൺവേ കപ്പാസിറ്റി എന്താവും, റൺവേ കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും അല്ലേ, വി ക്യാൻ ഇൻക്രീസ് ദ റൺവേ കപ്പാസിറ്റി. ക്ലിയർ? ഇത്തരത്തിലുള്ള പോയിന്റ് എഴുതണേ. യെസ്, ഫിഗറും വരയ്ക്കണം, ഓരോന്നിൻ്റെയും ഫിഗർ വരയ്ക്കണം, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫിഗർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ലെറ്റ്സ് നോക്കിയാൽ അടുത്ത് നോക്കിയാൽ ഇന്റർസെക്ടിങ് റൺവേസ് ആണ്. വെൻ ദർ ഈസ് എ സിവിയർ ക്രോസ് വിൻഡ്, അതാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, പാരലൽ റൺവേസിന്റെ പ്രശ്നം എന്താണ്, സിവിയർ ക്രോസ് വിൻഡ് ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ ഇൻ പാരലൽ റൺവേ ഇസ് ഡിഫിക്കൾട്ട് ആൻഡ് ഇന്റർസെക്ഷൻ റൺവേസ് ഈസ് യൂസ് ടു ഓവർകം ദ എഫക്ട് ഓഫ് ഏതാണ്, ക്രോസ് വിൻഡ് ആണ്. ആൻഡ് എന്താണ് ഇമ്പോർട്ടൻറ്റ്, ഇന്റർസെക്ഷൻ റൺവേസിൽ ലൊക്കേഷൻ ഓഫ് ദ ഇന്റർസെക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് അല്ലേ, ലൊക്കേഷൻ ഓഫ് ദ ഇന്റർസെക്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. യെസ്, ഷോർട്ടർ ദ ഇന്റർസെക്ഷൻ മോർ ക്യാൻ ബി ദ കപ്പാസിറ്റി അല്ലേ, ഇന്റർസെക്ഷൻ റൺവേ എൻഡിന് അടുത്താണെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി കൂടുതലായിരിക്കും. യെസ്, നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നോൺ ഇന്റർസെക്ടിങ് ഓർ ഓപ്പൺ വി റൺവേ. എന്താ പറഞ്ഞത്, കൺവേർജിങ് ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഡൈവേർജിങ് ഉള്ള സാധനമാണ് ബെറ്റർ അല്ലേ. ദീസ് ആർ ദ റൺവേസ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ വിച്ച് ആർ നോട്ട് ഇന്റർസെക്ടിങ്. ഇഫ് ടേക്ക് ഓഫ് ഡയറക്ഷൻ ഈസ് കൺവേർജിങ് then have a less capacity, and if take off direction is diverging then we can have a more capacity. ക്ലിയർ അല്ലേ? ഇത്രയും പോയിന്റുകൾ എഴുതണം, 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഓരോന്നിലും നിങ്ങൾ ഫിഗർ വരയ്ക്കണം, ഓരോന്നിലും നീറ്റ് ആയിട്ടുള്ള സ്കെച്ച് വരയ്ക്കണം. ഇത്തരത്തിലുള്ള 3 മുതൽ 4 പോയിന്റുകൾ എഴുതുക. ഓക്കെ, യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ക്ലിയർ? സോ അതായിരുന്നു ക്വസ്റ്റ്യൻ 19ന്റെ എ പാർട്ട് വിച്ച് ഇസ് ഓഫ് 8 മാർക്കിൻ്റെയാണ്. നൗ ക്വസ്റ്റ്യൻ 19ന്റെ ബി പാർട്ടും എന്ത് തന്നെയാണ്, മറ്റൊരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഡ്രോ ദ ലേ ഔട്ട് ഓഫ് ടിപ്പിക്കൽ എയർപോർട്ട് ആൻഡ് ലേബൽ ദ ഡിഫറെൻറ്റ് കമ്പോണൻസ്, എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻസ് ഓഫ് ആപ്രോൺ ആൻഡ് ഹാങ്ങേഴ്സ്. സോ ആപ്രോണും ഹാങ്ങേഴ്സും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ടിപ്പിക്കൽ എയർപോർട്ടിൻ്റെ ലേ ഔട്ട് വരയ്ക്കണം, അതിൻ്റെ ലേബൽ ചെയ്യുന്നതിനും ഓക്കെ മാർക്കുണ്ട്. സോ നമുക്ക് നോക്കിയേ, ഫിഗർ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, നമ്മൾ ക്ലാസ്സുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മളൊരു കളർഫുൾ യെസ് ഡയഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കിയേ, നിങ്ങൾ എന്ത് വരയ്ക്കണം, ആദ്യം റൺവേ വരയ്ക്കണം. റൺവേ വരച്ചിട്ട് അവിടുന്ന് യെസ് ടാക്സി വേ ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ, യെസ് ടാക്സി വേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം, റാപ്പിഡ് എക്സിറ്റ് ടാക്സി വേ. സോ റൺവേ വരയ്ക്കണം, അതിന് പേര് കൊടുക്കുക. ദെൻ ദീസ് ആർ ദ ടാക്സി വേസ് അല്ലേ, ഈ കാണുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇൻക്ലൈൻ ഡിസ്റ്റൻസ്, ഇതാണ് ടാക്സി വേ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് എന്ത് പറയാം, ഈ കാണുന്ന ബ്ലൂ സെഷൻ അല്ലേ, ഈ കാണുന്ന ബ്ലൂ സെഷൻ ആണ് അല്ലേ, യെസ് ഗ്രീൻ കൊടുക്കാം, യെസ് ദാറ്റ് ഗ്രീൻ സെഷൻ അല്ലേ, യെസ് ഈ പറയുന്ന ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഇത്രയും ഗ്രീൻ സെഷൻ എന്താണ്, ആപ്രോൺ ആണ്. യു ഹാവ് ടു റൈറ്റ് ആപ്രോൺ ഓർ ഗേറ്റ് ഏരിയ. ദെൻ ടെർമിനൽ ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുക, ടെർമിനൽ ബിൽഡിംഗ് പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ? യെസ്, ഇത്രയും പോയിന്റ് കാണിക്കണം. സോ റൺവേ കാണിക്കണം, ടാക്സി വേ കാണിക്കണം, ആപ്രോൺ കാണിക്കണം, ടെർമിനൽ ബിൽഡിംഗ് കാണിക്കണം, ഒരു സാധനം കൂടി കാണിക്കണം, എന്താണ്, ഹാങ്ങേഴ്സും കൂടി കാണിക്കണം അല്ലേ. സോ ഇവിടെയായിട്ട് നിങ്ങൾ എന്ത് വരിക, യെസ് ഡ്രോ എ സെഷൻ ദാറ്റ് ഈസ് സെവൻഡ് ആസ് ഹാങ്ങർ ആണ്. ഓക്കെ അല്ലേ, ഇവിടെ ഹാങ്ങർ കാണിക്കുക. ക്ലിയർ അല്ലേ? യെസ്. സോ ഏതൊക്കെയാണ് മെയിൻ കമ്പോണൻസ്, യെസ് കമ്പോണൻസ് ഓഫ് ടാക്സി വേ ലിസ്റ്റ് ചെയ്യുക, സോറി എയർപോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഏതൊക്കെയാണ്, റൺവേ, ടാക്സി വേ, ആപ്രോൺ, ടെർമിനൽ ബിൽഡിംഗ് കാണിച്ചു, കൺട്രോൾ ടവർ, യെസ് ആൻഡ് ഹാങ്ങർ ആണ്. ക്ലിയർ അല്ലേ? ഓരോന്നിൻ്റെയും യൂസ് കാണിക്കുക. എന്താണ് റൺവേ, എല്ലാത്തിലും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ക്ലിയർ അല്ലേ? എന്താണ് റൺവേ, നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് എ പേയ്മെന്റ് ഓൺ വിച്ച് ലാൻഡിംഗ് ആൻഡ് ടേക്ക് ഓഫ് ഓപ്പറേഷൻ ടേക്സ് പ്ലേസ് ആൻഡ് സ്പെഷ്യൽ മാർക്കിംഗ്സ് ആർ മെയ്ഡ് ഓൺ ദ റൺവേ ടു differ it from the normal roadways. Similarly, after sunset, special provided lightings are helped in the aircraft for safe landing. തീർച്ചയായിട്ടും the number of runways for an airport is depend upon the traffic at that place, and the traffic is more than 30 movements per hour, then it is necessary to provide another runway. Okay, so runway നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകളൊക്കെ എഴുതുക, റൺവേയുടെ ഓറിയന്റേഷൻ എഴുതുക എങ്ങനെയാണെന്നുള്ളത്. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് there are types of runway ഏതൊക്കെ ഉണ്ട്, സിംഗിൾ, പാരലൽ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇന്റർസെക്ടിങ്, നോൺ ഇന്റർസെക്ടിങ്. ഓക്കെ, കുറച്ച് പോയിന്റുകൾ എഴുതുക. യെസ്, ഫിഗർ വരയ്ക്കണേ, ലേ ഔട്ടും കമ്പോണൻസും മാർക്ക് ചെയ്യണം. ഫിഗർ വരയ്ക്കണം, അതിൽ കമ്പോണൻസ് മാർക്ക് ചെയ്യണം. ഇതിന് യെസ് 2 മാർക്ക് ഈച്ചാണ്. പിന്നെ ഓരോ കമ്പോണൻസും എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കമ്പോണൻസ് ഏത് മാത്രമേ പറയുന്നുള്ളൂ, ഹാങ്ങറും ആപ്രോൺ മാത്രമേ ഉള്ളൂ. ടാക്സി വേ എന്താണ്, ഇറ്റ് ഈസ് ദ പാത്ത് വിച്ച് ഇസ് കണക്ടിങ് റൺവേ വിത്ത് ദ ടെർമിനൽ ഏരിയ, ആപ്രോൺ ആൻഡ് ഹാങ്ങേഴ്സ് ആണ്. ഓക്കെ അല്ലേ? യെസ്. ആൻഡ് ഇവിടുത്തെ എത്രയാണ്, 22 മീറ്റർ ആണ് അല്ലേ, നമുക്കറിയാം. ദെൻ ആപ്രോൺ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നുണ്ട്. എന്താണ് ആപ്രോൺ അല്ലേ, എയർക്രാഫ്റ്റ് പാർക്ക് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ എന്താ പറയുക, ആപ്രോൺസ് എന്ന് പറയുക. ക്ലിയർ? സോ ദീസ് ആർ ദ ആപ്രോൺ ഇസ് എ പ്ലേസ് വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ പാർക്കിംഗ് പ്ലേസ് ഫോർ എയർക്രാഫ്റ്റ് and it is also used for loading and unloading of aircraft. Apron is generally paved and is located in front of terminal buildings or adjacent to the hangars. The size of area to be allocated for apron and design of apron is generally governed by the number of aircraft expected in the airport. The aircraft characteristics
also considered while design. Clear? Proper drainage facilities should be provided with a suitable slope of the pavement. Sufficient clearance must be provided for aircraft to bypass each other. എന്താണ് ഏപ്രോണിൻ്റെ പാർക്കിംഗ് ആണ്. ഓക്കെ, അതിൻ്റെ ഡിസൈനും ഡ്രെയിനേജും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. യെസ്, യു ക്യാൻ സീ ദിസ് ഇസ് ഏപ്രോൺ. ഓക്കെ, യെസ്, ഒരുപാട് എയർക്രാഫ്റ്റ് വന്ന് ലാൻഡ് ചെയ്ത് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. ദെൻ ദർ ഇസ് എ ടെർമിനൽ ബിൽഡിംഗ്, അതായത് പാസഞ്ചേഴ്സും ഗുഡ്സും ഒക്കെ എന്ത് ചെയ്യാണ്, ക്യാരി ഔട്ട് ചെയ്യുന്ന അല്ലേ, പല ടൈപ്പ് ഓഫ് ടെർമിനൽസ് ഉണ്ട്. പിന്നെ അവർ എക്സ്പ്ലെയിൻ യെസ്, യു ക്യാൻ സീ ടെർമിനൽസ് ഹിയർ. യെസ്, ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടെർമിനൽസ് കാണാറുണ്ട് നിങ്ങൾ, അല്ലെ, എയർപോർട്ട് പോയിട്ടുണ്ടാവും എല്ലാവരും. ദെൻ ദർ ഇസ് എ കൺട്രോൾ ടവർ ആണ് അല്ലേ, ഈ പറയുന്ന എയർക്രാഫ്റ്റിന്റെ മൂവ്മെന്റ് ഓൺ റൺവേ ആൻഡ് ടാക്സി വേ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? യെസ്, ആസ് പെർ ദ ഇൻഡിക്കേഷൻസ്, ആസ് പെർ ദ ഡയറക്ഷൻസ് ഗിവൺ ഫ്രം ദ കൺട്രോൾ ടവേഴ്സ് ആണ് അല്ലേ. യെസ്, ഈ കാണിച്ചിരിക്കുന്ന കൺട്രോൾ ടവേഴ്സ് ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഇത് പാർട്ട് ഓഫ് ദ എയർപോർട്ട് ആണ്. ദെൻ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത് ഏതാണ്? ഹാങ്ങർ ആണ്. നോക്കി, 6 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഹാങ്ങർ ഈസ് എ പ്ലേസ് വെയർ റിപ്പയറിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് എയർക്രാഫ്റ്റ് ഈസ് ഡൺ. Taxiway connects the hangar with runways. So when repair is needed for an aircraft, it can be moved to the hangar easily. അത് എഴുതിയാൽ മതി. Clear അല്ലേ? Yes, it is constructed in the form of a large shed using steel trusses and frames. Large area should be provided for hangars for comfortable movement of the aircraft. തീർച്ചയായിട്ടും നമുക്ക് എയർക്രാഫ്റ്റ് ടേൺ ചെയ്യാൻ വരെ അല്ലേ, ടേണിംഗ് റേഡിയസ് പ്രൊവൈഡ് ചെയ്യുന്ന വലിയ ഏരിയ ആയിരിക്കണം. യു ക്യാൻ സീ ഇറ്റ് ഇൻ ഹിയർ. യെസ്, ദീസ് ആർ ദ ഹാങ്ങേഴ്സ് വേർ റിപ്പയറിംഗ് ഓഫ് ദ എയർക്രാഫ്റ്റ് ടേക്സ് പ്ലേസ്. ക്ലിയർ അല്ലേ? യെസ്. സോ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ 5ൻ്റെ പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻസ്. അതേപോലെ പാർട്ട് ബിയിലെ 14 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസിൽ അല്ലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. 19ൻ്റെ എയും ബിയും നമ്മൾ ഫുള്ളി ഡിസ്കസ് ചെയ്തു. ക്ലിയർ അല്ലേ? സോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഈ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ടിൽ ദെൻ, താങ്ക് യു.